ഒരു പേപ്പർ, സ്ക്വയർ പേപ്പറുണ്ട്, അതിന് രണ്ടായിട്ട് മടക്കിയെടുക്കുക. രണ്ടായിട്ട് മടക്കിയെടുത്തിട്ട് വീണ്ടും മൂന്നാമതൊന്ന് മടക്കുക, നാലാമതൊന്ന് മടക്കുക. ഇതേപോലെ നമുക്ക് നടുക്ക് ഒരു ഓപ്പണിങ് കിട്ടും. അത് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഇതിങ്ങനെ തിരിച്ച് പുറത്തോട്ടെടുക്കുക, രണ്ട് സൈഡ് ഇങ്ങനെ പുറത്തോട്ടെടുക്കുക. എന്നിട്ട് മറു സൈഡ് തിരിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് മടക്കി കൊടുക്കണം. നമ്മളിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് അല്പം വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അല്പം ഒന്ന് കട്ട് ചെയ്താൽ മതി. നമ്മൾ ഇങ്ങനെ മടക്കിയത് നമ്മൾ തിരിച്ചെടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഒരു നമ്മുടെ കോളർ ശരിയായിട്ടുണ്ട്. ഈ കോളറിലോട്ട് നമ്മുടെ ഈ നേരത്തെ മൂത്ത് വെച്ച ആ ഷർട്ടെടുത്ത് ഇതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ ഷർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു കോളറൂടെ വെച്ച് കൊടുക്കാം. നമ്മുടെ ഷർട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ ഷർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനൊരു ടൈ കൂടെ വെച്ച് കൊടുക്കാം. ഇതൊരു ക്രേപ്പ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കുക. എന്നിട്ട് കോണിച്ച് ഇതിങ്ങനെ മടക്കിയെടുക്കുക. വീണ്ടും കോണിച്ചിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കുക. ഈ സൈഡ് ഒന്നുകൂടെ മടക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നകത്തോട്ട് മടക്കി കൊടുക്കണം. നേരെ ഭാഗം താഴ്ഭാഗം നേരെയായിരിക്കണം. ഇതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി ഇങ്ങനെ എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതനുസരിച്ച് ഉടുപ്പിൻ്റെ നീളം അനുസരിച്ച് ഇതൊന്ന് ചുരുക്കിയിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. കുട്ടികൾക്കുള്ള നിക്കർ ഉടുപ്പ് യൂണിഫോം പോലെ നമുക്കിത് ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേ ഉള്ളൂ. നമുക്ക് ഷർട്ടൊക്കെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫാദേഴ്സ് ഡേക്കും എല്ലാം നമുക്ക് ഇതുപോലത്തെ ഗിഫ്റ്റായിട്ട് നമുക്ക് ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി, ഗ്രാൻഡ് പാരൻസ് ഡേക്കും എല്ലാം നമുക്ക് ഇതുപോലെ ക്രാഫ്റ്റ് ഉണ്ടാക്കി അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായിട്ടൊരു ഫ്രോക്ക് ഉണ്ടാക്കുന്നതാണ്. ഫ്രോക്കിനായിട്ട് ഒരു റെക്റ്റാങ്കുലർ പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഷർട്ടിനെടുത്തപ്പോൾ ഒരു സ്ക്വയർ പേപ്പറായിരുന്നു. ഇതൊരു റെക്റ്റാങ്കുലർ പേപ്പറാണ്. ഞാൻ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു രണ്ടായി മടക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ വീണ്ടും മടക്കുക.
ഇതൊന്ന് നല്ലൊരു കട്ടി പേപ്പറാണ്, പക്ഷേ ചാർട്ട് പേപ്പറല്ല, ഇത് സാധാരണ ഓർഗാമി പേപ്പറിൽ കൂടെ വന്നതാണ്. ഇത് കട്ടി പേപ്പറാണ്. ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ്, ആമസോണിൽ നിന്ന് വരുത്തിയ പേപ്പറാണ്. ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാൻ നല്ല